ഒഹായോയിലെ റിപ്പബ്ലിക്കൻ പ്രൈമറിയിൽ വിവേക് രാമസ്വാമി വിജയിച്ചിരിക്കുന്നു. എന്നല്ല, അനായാസം വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എതിരാളി ഒരു ബിസിനസ് ഓണറോ മറ്റോ ആണ്. ഈ രാമസ്വാമിക്കെതിരെ പറയാത്ത ആക്ഷേപങ്ങളൊന്നുമില്ല. വംശീയവും വർഗീയവും മതപരവും ആയിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് ഉയർത്തിയത്. പിന്നെ അതെല്ലാം വോട്ടർമാർ നിഷ്കരണം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ഈ എതിരാളി പറഞ്ഞത് എന്താണ്? രാമസ്വാമിക്ക് സ്വന്തമായി ഒരു തോക്കില്ല, വെടിവയ്ക്കാൻ അറിയില്ല, എന്തുമാത്രം പിന്നെ വേട്ടയ്ക്ക് പോകാറില്ല, അതിനു പുറമെ ഇറച്ചി കഴിക്കാറില്ല, ഇങ്ങനെയുള്ള ഒരാളാണോ അമേരിക്കക്കാരൻ? അപ്പോൾ അമേരിക്കക്കാരനാണെങ്കിൽ ഇതൊക്കെ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ രാമസ്വാമി ഒരു ആങ്കർ ബേബിയാണ്. അതായത് ഇല്ലീഗലായിട്ട് ഇവിടെ വരുന്നവർ ആദ്യം ഇവിടെ ജനിക്കുന്ന കുട്ടി അമേരിക്കൻ പൗരനാവും. അതിൻ്റെ മറവിൽ മാതാപിതാക്കളൊക്കെ കൂടി ഇവിടെ ചേക്കേറും. പക്ഷേ അങ്ങനെയല്ല, രാമസ്വാമിയുടെ മാതാപിതാക്കൾ ഇവിടെ ലീഗലായിട്ട് വന്നവരാണ്. അവർ കാര്യപ്പെട്ട ആളുകളും ഒക്കെ ആയിരുന്നു. എന്നാലും അവർ ഒരു മില്യനേഴ്സ് ആയിരുന്നില്ല എന്നാണ് രാമസ്വാമി ഈയിടയ്ക്ക് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാമസ്വാമി ഒരു ബില്യണറാണ്. അപ്പോൾ ആ ബില്യണറാകാൻ കഴിഞ്ഞു 30കളിൽ നിൽക്കുന്ന ഒരാൾക്ക് അവിടം വരെ എത്തിപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് അമേരിക്കയുടെ മഹത്വം തന്നെ കാണിക്കുന്നു. അമേരിക്കയിൽ ഈ അമേരിക്കൻ ഡ്രീം എത്രമാത്രം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായി. എന്തായാലും ഈ നവംബറിൽ ഇലക്ഷനിൽ അദ്ദേഹത്തെ എതിർക്കുന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഡോക്ടർ ഏമി ആക്ടൺ എന്ന് പറഞ്ഞ മുൻ ഹെൽത്ത് ഡയറക്ടറാണ്. അവർ കോവിഡ് കാലത്ത് ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യുകയുണ്ടായി. അപ്പോൾ അവർ തമ്മിലുള്ള മത്സരം എങ്ങനെയായിരിക്കുമെന്നാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പം രാമസ്വാമിയാണ് അല്പം ഏതാണ്ട് 1 പോയിൻറ്റിനാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനിയിപ്പം നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പം പ്രത്യേകിച്ച് ഈ വർഷം ഒരു ആൻറ്റി റിപ്പബ്ലിക്കൻ തരംഗമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിർബന്ധമില്ല, അത് നേരെ തിരിച്ചു പോകാം. എങ്ങനെയായാലും ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായ ഒരു കാലമാണെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ. ഇനിയിപ്പം 3-4 മാസം കഴിയുമ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അവിടെയും അനായാസം വിവേക് രാമസ്വാമി വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ നാനാരംഗത്തും മാറ്റങ്ങൾ വരുത്തുന്ന മാറ്റത്തിൻ്റെ ഒരു വക്താവാണ് അദ്ദേഹം. കാരണം ചെറുപ്പക്കാരനാണ്. എന്തുകൊണ്ടും പുതിയ ആശയങ്ങളുള്ള ആളാണ്. എന്തുകൊണ്ടും ഗവർണറാകാൻ അർഹതയുള്ള ഒരാൾ ആയിക്കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ആൾ. അങ്ങനെ ഒരാളെ ഒഹായോ പോലൊരു സ്റ്റേറ്റ് തള്ളിക്കളയുമോ എന്നാണ് ഇനി നമുക്കറിയേണ്ടിയിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ നവംബറിൽ നമുക്ക് കാത്തിരിക്കാം. ഇനി രണ്ടാമത് അവിടെ ഈ മുമ്പ് സെനറ്ററായിരുന്ന US സെനറ്ററായിരുന്ന ഷെരോദ് ബ്രൗൺ ആണ് ഇപ്പോൾ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹവും വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം 2024 ഇലക്ഷനിൽ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം രംഗത്തു നിന്ന് മാറി നിൽക്കുകയായിരുന്നു. വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്തിരിക്കുന്നത് US സെനറ്ററായിട്ട്. അപ്പോൾ അവിടെ ഈ ഒഹായോ പിടിച്ചെടുക്കാൻ കഴിയും, ഈ ഡെമോക്രാറ്റിക് പക്ഷത്തേക്ക് മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഡെമോക്രാറ്റിക് നേതൃത്വം. ഒരു 3-4 സ്റ്റേറ്റ്, ഒഹായോ, മെയിൻ, സൗത്ത് കരോലിന, അലാസ്ക, ഈ സ്റ്റേറ്റുകളിൽ ഡെമോക്രാറ്റുകൾ വിജയം കൊയ്യും, അവർക്ക് സെനറ്റർമാരാകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പാർട്ടി. അപ്പോൾ അവർ 4 പേര് ജയിച്ചു കഴിഞ്ഞാൽ US സെനറ്റിലെ അംഗബലം വ്യത്യാസപ്പെടും. ഇപ്പോൾ 53 പേരുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക്, 47 പേരേ ഉള്ളൂ ഡെമോക്രാറ്റുകൾക്ക്. നേരെ മറിച്ച് ഒരു 4 പേര് ജയിച്ചു കഴിഞ്ഞാൽ 47-4 51 ആ ലെവലിലേക്ക് വരും. അതുപോലെ തന്നെ വേറെ ചില സ്റ്റേറ്റുകളിലും കൂടെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. ടെക്സസ് മുതൽ ഫ്ലോറിഡ, മിസിസിപ്പി, ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളും. അപ്പോൾ ഇതൊക്കെ നടക്കുമോ എന്നറിഞ്ഞുകൂടെ. എന്തായാലും ഒരു ആൻറ്റി റിപ്പബ്ലിക്കൻ തരംഗവും അതുപോലെ തന്നെ ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായൊരു തരംഗവും ഒക്കെ ഉണ്ടായാൽ ഒരു പക്ഷേ അത് സംഭവിച്ചു കൂടാഴുകയുമില്ല. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷെരോഡ് ബ്രൗൺ, അദ്ദേഹം നമ്മുടെ ഇന്ത്യക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യ കോൺഗ്രസിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. വളരെ കാലമായിട്ട് നമ്മുടെ സമൂഹമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം എതിർ സ്ഥാനാർത്ഥിയാണ്, റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇദ്ദേഹവും ഒപ്പത്തിനൊപ്പമുണ്ട്. എങ്കിൽ കൂടി ഇനി ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്ക് സ്ഥിതി മാറിക്കൂടാഴുകയില്ല. എന്തായാലും രാമസ്വാമിയും ഷെരോദ് ബ്രൗണും അവിടെ വിജയിക്കട്ടെ എന്ന്, ഒരാൾ റിപ്പബ്ലിക്കനും ഒരാൾ ഡെമോക്രാറ്റുമാണ്. നമുക്ക് താല്പര്യമുള്ള ആളുകൾ ആ സ്ഥിതിയിൽ അവർ വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.